നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോന്റെ ബാക്കിയാണ് ഈ ക്ലാസ്. നമ്മൾ ഈ ക്ലാസ്സും കൂടി കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിരുന്നെങ്കിൽ അത് ഭയങ്കര ലെങ്തി ആയാണ്. ഇപ്പം നിങ്ങൾ കാണുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, വെറും ഇലക്ട്രിക് ഫീൽഡ് അല്ല, യൂണിഫോം. നമ്മൾ ഇന്ന് എടുക്കുന്നതും ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ശ്രദ്ധിക്കണം ഈ പോയിന്റ്. ഞാൻ എന്തിനാ ഇങ്ങനെ എഴുതുന്ന വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടിയാണ്. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. ഒരു u വെലോസിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കയറും കേട്ടോ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി എഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി u. നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഇങ്ങനെ ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കയറുക. ഇവന് എവിടെ വേണം കയറാം, ഇങ്ങനെ വേണേ കയറാം, ഇങ്ങനെ വേണേ കയറാം. ഒരു പണി ചെയ്യാം. നമുക്ക് ആദ്യമേ പോസിറ്റീവ് ചാർജിനെ കുറിച്ച് പറയാം. പോസിറ്റീവ് ചാർജ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞില്ല പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്നാ സംഭവിക്കുന്നത്. കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വെക്കുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും. കാരണം എന്നാ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് പോകും. അതൊന്നും അറിയത്തില്ലെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടാൽ ഉടനെ മനസ്സിലാക്കേണ്ട ആരുണ്ട്, പ്ലസ് ആണ്. ഇവിടെ പ്ലസ് പ്ലേറ്റ് ഉണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ ആരുണ്ട്, മൈനസ് ഉണ്ട്. ഇവിടെ പ്ലസ് ചാർജ് വെക്കുന്നെങ്കിൽ ഇവനെ റിപ്പൽ ചെയ്യും. അവൻ എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അതിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, കൈനറ്റിക് എനർജി, വർക്ക് ഡൺ, പവർ ഒക്കെ നമ്മൾ പഠിച്ചു. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ക്യൂവിന്റെ അവിടെ മൈനസ് വരും, അത്രേ ഉള്ളൂ. പിന്നെയോ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ, ഇത് മൈനസ് ആണെങ്കിൽ ഇവനെ അട്രാക്ട് ചെയ്യും, ഇവൻ ഇങ്ങോട്ട് പോകും. വേറെ ഒന്നുമില്ല പേടിക്കാനായിട്ടോ, അല്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ല. ഇവൻ ഇങ്ങോട്ട് പോവാണെങ്കിൽ ആക്സലറേഷൻ ഇങ്ങോട്ടേക്കാണ്, ആക്സലറേഷൻ ഇങ്ങോട്ടേക്കാ. അവരുടെ വെലോസിറ്റി കൂടും, കൈനറ്റിക് എനർജി കൂടും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഒരു യു വെലോസിറ്റിയിൽ വന്നാൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. എന്തുകൊണ്ട് എടുത്തു പറയുന്നത്, യു വെലോസിറ്റിയിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആവാം, 500 ആവാം. ചാർജ് ഇപ്പൊ പോസിറ്റീവ് ചാർജിനെ കുറിച്ച് മാത്രം എടുത്തു. പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നിന്ന് വരുവാണ്, യു വെലോസിറ്റി വരുവാണ്, 500 മീറ്റർ പെർ സെക്കൻഡ് വരുവാണ്. അപ്പൊ ഇവൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവന്റെ ഫോഴ്സും ഉണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ. അപ്പൊ അതിന്റെ വെലോസിറ്റി കൂടും. അതിന് ടെൻഷൻ ഇല്ല, പറയുന്നതിനെ കുറിച്ച് വലിയ ഒന്നും അർത്ഥമില്ല. കുറച്ച് കാൽക്കുലേഷൻ ചെയ്താൽ മതി. പക്ഷെ അവൻ തിരിച്ചാൽ കയറുന്നെങ്കിലോ, ഇവൻ ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ പ്രശ്നമുണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്കാ, അങ്ങോട്ടേക്ക്. അപ്പൊ അവന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. വന്ന വെലോസിറ്റിയെക്കാട്ടും കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഫോഴ്സ് ഇപ്പൊ അങ്ങോട്ടേക്കാണ്. ഇപ്പൊ നമ്മൾ എടുത്തെടുത്ത് പറയണം എവിടെ നിന്നാണ് ചാർജ് കയറുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് 4-5 സെക്ഷൻ ആയിട്ട് പഠിക്കാം. ആദ്യം പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ്, പാരലൽ എൻട്രി എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയാണ്, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് പാരലായിട്ട്, ഇലക്ട്രിക് ഫീൽഡ് പാരലായിട്ട് ഒരു ചാർജ് വരുവാണ്, ക്യൂ ചാർജ് വരുവാ. ഇവൻ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അതെങ്ങോട്ടേക്കാ, ഇങ്ങോട്ടേക്ക്. ഇനി നമുക്ക് ബാക്കി കണക്കുകളൊക്കെ ചെയ്യാം. വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി v is equal to u plus a into t. വെലോസിറ്റി v is equal to u എത്ര തന്നിട്ടുണ്ട്, u ഉണ്ട്. ആക്സിലറേഷൻ a ചാർജ് q ആയിരുന്നു, മാസ് m ആണ്, സഞ്ചരിച്ച സമയം t ആണ്, സഞ്ചരിച്ച ദൂരം x ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ QE by m ആണ് ആക്സിലറേഷൻ. കാരണം ഫോഴ്സ് ബൈ എം, ഫോഴ്സ് F is equal to Q into E. എങ്ങോട്ടേക്കാ, ഇങ്ങോട്ടേക്ക്. QE by m ആണ് ആക്സിലറേഷൻ ഇൻറ്റു ടി. വെലോസിറ്റി കൂടുക ചെയ്യുന്നത്, ഇനിഷ്യൽ വെലോസിറ്റിനെക്കാളും കൂടുക ചെയ്യുന്നത്, കാരണം സമ്മ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൈനറ്റിക് എനർജി എന്നതായിരിക്കും, കൈനറ്റിക് എനർജി ഇൻക്രീസസ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാലോചിക്കുക മക്കളെ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ്, അതിന് എഴുതി വെക്കാം, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇവനാ വലുത്, ഇവൻ കുറവ്, ഇവന് ഇല്ല ഇനീഷ്യൽ ഉണ്ട്. ഹാഫ് യു സ്കോർ ഉണ്ടല്ലോ, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലായിരുന്നു ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇല്ലാതിരുന്നത്. കാരണം എന്തുകൊണ്ടാ, ബോഡി അവിടെ കൊണ്ട് വെക്കുകയായിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, പക്ഷെ ഫൈനൽ വെലോസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇവിടെ എന്ത് വരും, ഒരു പോസിറ്റീവ് വാല്യൂ വരും. അതുകൊണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്, അതെന്നതാ, പോസിറ്റീവ്. ഇത്രയും കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. നമ്മൾ പഠിക്കാൻ പോവാണ് ഇതേ ചാർജ് ആന്റി പാരലൽ ആയിട്ടാ വരുന്നെങ്കിലോ,
അപ്പൊ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ക്യൂ, ആന്റി പാരലൽ എൻട്രി. അപ്പൊ ഇവിടെ എടുക്കാം അല്ലെ, പോസിറ്റീവ് ചാർജ്, ആന്റി പാരലൽ എൻട്രി. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാ, ഇവിടെ മാർക്ക് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്. ഇത് വെക്ടറിന്റെ സൈൻ ആണ്, മാർക്ക് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. ഇനി ക്യൂ ചാർജ് ഉണ്ട്, ക്യൂ ചാർജ്, ഇനിഷ്യൽ വെലോസിറ്റി യു വെക്ടർ, അവൻ എങ്ങോട്ടേക്കാ, ഇങ്ങോട്ടേക്ക്. അപ്പൊ നോക്കിയാൽ മക്കളെ, വെലോസിറ്റി v is equal to u plus a into t. u എത്രയാ തന്നിട്ടുണ്ട്, u ആണ്. ആക്സലറേഷനോ, ആക്സലറേഷൻ പക്ഷെ ഇങ്ങോട്ടേക്കാ. ആക്സലറേഷൻ a is equal to force by mass. ഫോഴ്സ് എത്രയാ, ഇലക്ട്രിക് ഫോഴ്സ്, അത് എത്രയാ, q into e. ആക്സലറേഷൻ ഓക്കെ, qe by m ആണ്. qe ഇങ്ങോട്ട് മാസ് സ്കെയിലർ q by m കിട്ടി, അത് ഇങ്ങോട്ടേക്കാ. പക്ഷെ അപ്പൊ ഇവിടെ എന്നാ വരും, മൈനസ് a into t. അപ്പൊ u മൈനസ് എക്ക് പകരം qe by m into t. ഇതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഇവിടെ പ്രശ്നമുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയെക്കാട്ടിലും കുറയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൈനറ്റിക് എനർജി ഡിക്രീസസ്, കാരണം വെലോസിറ്റി കുറയല്ലോ. അപ്പൊ കൈനറ്റിക് എനർജി ഡിക്രീസസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാ വരും, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി, അതെന്നാ വരും, ഇവിടെ നെഗറ്റീവ് വരും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ, W വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ്. ഇതെവിടുന്ന കിട്ടിയേ, ഇതെവിടുന്ന കിട്ടി അറിയില്ലേ, വർക്ക് എനർജി തിയറം. ടോട്ടൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ശരി, ഇവിടെ നോക്കി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇവന് 500 മീറ്റർ പെർ സെക്കൻഡിലാണ് വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് വേണ്ടത് ഒരു 50 അല്ലെങ്കിൽ 30-40 ഒക്കെ ആയിരുന്നു വിചാരിക്കാം. നല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിനനുസരിച്ച് ആക്സലറേഷൻ കാരണം ഡിസലറേഷൻ വേണം വരില്ല. ഡിസലറേഷൻ കാരണം സ്പീഡ് കുറഞ്ഞ 30 ഒക്കെ എത്തി. അതേ ഇലക്ട്രിക് ഫീൽഡ് ഇവനൊരു 300 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വന്നെങ്കിലോ, 500 വന്നപ്പോൾ 30 ആയിരുന്നു, 300 വരുവാണല്ലോ. ഓക്കെ, ഇതിൽ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ. 100 വരുന്നില്ല, അല്ല അവൻ 50 വരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഒരു 10 വരുന്നെങ്കിലോ. മക്കളെ വന്നു കഴിഞ്ഞാൽ നോക്കി 500 വന്നപ്പോഴേക്കും ഇവിടെ 30 ആയി കുറഞ്ഞു. അപ്പൊ ഒരു 100 അല്ലെ 50 വരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് എന്തായി പോകും, 0 ആയി പോകും. ഓൾറെഡി 0 ആയി പോകും, ഇടയ്ക്ക് വെച്ച് തന്നെ 0 ആയി പോകും. പിന്നെ എന്നാ സംഭവിക്കും, പിന്നെ എന്നാ സംഭവിക്കുന്ന വെച്ചാല് അവൻ തിരിച്ചു പോകും. കാരണം ഫോഴ്സ് ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ശക്തിയിലുണ്ടെന്ന്. അപ്പൊ ഇവനെന്ത് ചെയ്യും, ഇവിടെ വരെ എത്തി വെലോസിറ്റി 0 ആയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യും, തിരിച്ചു പോകും. ഇത് മനസ്സിലായിട്ടില്ല അല്ലേ, ഒന്നും വേണ്ട, ഇതൊക്കെ വിട്ടുകളാ. ഇത് എർത്താ, അത് വിചാരിക്കാൻ കുഴപ്പമില്ലല്ലോ. ശരി, അത് എർത്താ. ഞാനൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയോ, നേരെ മുകളിലേക്ക് എറിയും. ശരി, മുകളിൽ അടുത്ത ചൊവ്വയിലേക്കോ സൂര്യനിലേക്കൊക്കെ പോവോ, ഇല്ലല്ലോ. അവനെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും. എന്തുകൊണ്ട് താഴേക്ക് വന്നേ, ഗ്രാവിറ്റി താഴേക്ക് പിടിച്ച് വലിക്കുക. എല്ലായിടത്തും ഉണ്ട് ഗ്രാവിറ്റി. ഞാനൊരു കല്ലെടുത്ത് മുകളിലേക്ക്, ഞാൻ 50 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞപ്പോ അവൻ താ ഇവിടം വരെ എത്തി. ഞാൻ 100 മീറ്റർ പെർ സെക്കൻഡിൽ എറിയുന്നെങ്കിലോ, ഇത് കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് അവൻ താഴേക്ക് വരും. 10 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയുന്നെങ്കിലോ, അവൻ ഇവിടം വരെ പോയിട്ട് അവിടെ നേരത്തെ തന്നെ അവൻ എന്ത് ചെയ്യും, താഴേക്ക് വരും. ഇവനെന്താ നേരെ ചരിച്ചു വെച്ച് ആ കാര്യല്ലേ പറയണേ. വെലോസിറ്റി എവിടെ നിന്ന് എങ്ങോട്ടേക്കാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആന്റി പാരലൽ എൻട്രി, കല്ലിന്റെ എൻട്രി എങ്ങോട്ടേക്ക്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കല്ലിന്റെ എൻട്രി. അത് തന്നെ ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ടേക്കുണ്ട്. ഞാൻ എന്ത് ചെയ്യുക, ഞാനൊരു കല്ല് ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എറിയുക. അവൻ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു വരും. ഇത് എത്തിക്കഴിഞ്ഞാല്, ഒരു സ്പീഡ് എത്തിക്കഴിഞ്ഞാല് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി അനുസരിച്ചാ. നമ്മുടെ മിസൈൽ ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്പീഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയെക്കാളും കൂടുതൽ വെലോസിറ്റി ഇവിടെ എറിയുന്നെങ്കിൽ അവൻ മുകളിൽ പോകും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഗ്രാവിറ്റേഷൻ ഫീൽഡിനൊക്കെ ഓവർകം ചെയ്തിട്ട് മുകളിലേക്ക് പോകും. അത്ര വെലോസിറ്റി ആണെങ്കിൽ. അതല്ലാതെ വേറെ വെലോസിറ്റി വരുന്നെങ്കിൽ ഓക്കെ, വേറെ വെലോസിറ്റി വരുന്നെങ്കിൽ ഇപ്പൊ മുകളിൽ പോയിട്ട് താഴെ തിരിച്ചു വരും. ഇവിടെ കണ്ടോ, ഇവിടെ തന്നെയാണ് പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകും, ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകും. പക്ഷെ ഒരു കുറവ് വെലോസിറ്റി വരുന്നെങ്കിൽ ഇവിടം വരെ എത്തിയതിനു ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യും, തിരിച്ചു പോകും. അപ്പോ ആ ഒരു കാര്യം ഓർത്തിരിക്കണം, എവിടെ, ആന്റി പാരലൽ എൻട്രിയിൽ. കേട്ടോ, അത് വേറെ കാര്യമൊന്നുമില്ല. ആ സമയം എത്ര സമയം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ കൊടുത്താൽ മതി. വെലോസിറ്റി v equal to u plus at എന്നുള്ള ഇക്വേഷനിൽ വെലോസിറ്റി v is equal to u minus at.
ഇങ്ങനെ വന്ന് സ്പീഡ് വന്നിട്ട് ഇവിടെ വരെ നിൽക്കുവാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി v is equal to 0 ആയിരിക്കും. ഇവിടെ നമ്മൾ കല്ലിന്റെ കണക്ക് കുറച്ച് ഓർമ്മയുണ്ടോ? കല്ല് നേരെ മുകളിലേക്ക് ഇറങ്ങി ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ് വെലോസിറ്റി ആണ് 0. അങ്ങനെയാണെങ്കിൽ u മൈനസ് എ ടി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ u is equal to at. അങ്ങനെയാണെങ്കിൽ u ബൈ a ആണെന്ത്? t. ഇവിടെ എന്നാ വരും? u ഡിവൈഡ് ബൈ ആക്സിലറേഷൻ പറഞ്ഞാൽ വരും qe ബൈ m mu ബൈ qe. അത് ആ സമയം ആണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി 0 ആകുന്നത് കേട്ടോ. ഈ കണക്കുകളൊക്കെ നമുക്ക് ഇവിടുത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നെഗറ്റീവ് ചാർജ്. പണിയാം പഠിച്ച തന്നെ പാരലൽ എൻട്രി. നോക്കിയോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മൈനസ് ചാർജ് ആണ്. അവൻ യു വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് കയറുക. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാ, അതൊക്കെ ഓക്കെ, എൻട്രി ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാ. പക്ഷെ ഈ ഇക്വേഷൻ അല്ല ഇവിടെ വരുന്നത്. ഇവിടെ കുഴപ്പമെന്നറിയോ? കൺസെപ്റ്റ് മുഴുവൻ ഇവന്റെയാ വരുന്നത്. പോസിറ്റീവ് ചാർജ് ആന്റി പാരലൽ ആയിട്ട് എൻട്രി ചെയ്യുന്നതിന് ഈക്വൽ ആണ് നെഗറ്റീവ് ചാർജ് പാരലൽ ആയിട്ട് എൻട്രി നടത്തുന്നത്. കാരണം അറിയോ? ഇവിടെ നോക്കിയോ, ഈ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മക്കളെ ഇങ്ങോട്ട് നോക്കി, ഈ ചാർജ് ഇങ്ങോട്ട് കയറുക, യു വെലോസിറ്റി ഇങ്ങോട്ട് കയറുക. പക്ഷെ ഇവന്റെ ഫോഴ്സ് എങ്ങോട്ടാണെന്നറിയോ? എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്കാ. കാരണം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ വരുന്നത്. നീ ആലോചിക്കേ, ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ ഉടനെ ഇവിടെ ആരുണ്ടെന്ന് അർത്ഥം? പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്. അപ്പൊ ഈ ചാർജ് എന്ത് ചെയ്യും? നീ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു ഹൈ വെലോസിറ്റി ഇങ്ങോട്ട് കയറുന്നെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക്. അതിന്റെ അർത്ഥം ആക്സിലറേഷൻ എങ്ങോട്ടേക്കാ? ആക്സിലറേഷൻ വെക്ടർ ഇങ്ങോട്ടേക്കാന്ന് അർത്ഥം. അത് എത്രയാ? ക്യു ഇ ബൈ എം. ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണ്. നമ്മൾ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ ആക്സിലറേഷൻ താഴെ പിടിച്ച് വലിക്കുന്നില്ലേ? അതേപോലെയാ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക്, പക്ഷെ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. കാരണം മൈനസ് ക്യൂ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതേ കൺസെപ്റ്റാ വരിക. വെലോസിറ്റി കുറഞ്ഞു പോകും, ഒരു സ്ഥലത്തെത്തുമ്പോൾ 0. ഹൈ വെലോസിറ്റി അല്ല വരുന്നെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ 0 ആവും, പിന്നെ തിരിച്ചു വരും. അപ്പൊ ആലോചിക്ക്, കൈനറ്റിക് എനർജി കുറവാണ് ഇവിടെ. അപ്പൊ ചേഞ്ചിങ് കൈനറ്റിക് എനർജി നെഗറ്റീവ് ആണ്, വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഈ സാധനങ്ങളൊക്കെ ഇവന്റെ. ഇനി ഇതേപോലെ നെഗറ്റീവ് ചാർജ് വായിക്കട്ടോ. ആന്റി പാരലൽ എൻട്രി ആണെങ്കിൽ നോക്കൂ, മൈനസ് ക്യൂ ചാർജ് ഇങ്ങോട്ടേക്ക് വരും. മൈനസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക്. ഇവിടെ എന്താ സംഭവിക്കും? മൈനസ് ക്യൂ ഇങ്ങോട്ടേക്കാണ് ആന്റി പാരലൽ. ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഫോഴ്സും ഇങ്ങോട്ട് തന്നെ. ഫോഴ്സ് വെക്ടർ എങ്ങോട്ടേക്ക്? ഇങ്ങോട്ടേക്ക്. ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ചാർജും ഇങ്ങോട്ടേക്ക്, ഇനിഷ്യൽ വെലോസിറ്റിയും ഈ വെക്ടറും ഇങ്ങോട്ടേക്ക്, ആക്സിലറേഷൻ ഫോഴ്സ് ഇങ്ങോട്ട് പറഞ്ഞാലോ ആക്സിലറേഷനും ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം വെലോസിറ്റി ഡയറക്ഷൻ ആക്സിലറേഷൻ അതേതാ? ഈ കൺസെപ്റ്റ്. ഇനിഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടേക്ക്, ഫോഴ്സ് അങ്ങോട്ടേക്ക്, അപ്പൊ വെലോസിറ്റി കൂടുന്നു. ഇതേ കൺസെപ്റ്റ് ആണ് എന്ത് ഇവിടെ. അപ്പൊ നെഗറ്റീവ് ചാർജ് ആന്റി പാരലൽ ആയിട്ട് കയറുന്നതാണ് പോസിറ്റീവ് ചാർജ് പാരലൽ എൻട്രി നടത്തുന്നതിന് ഈക്വൽ കേട്ടോ. അപ്പൊ ഇത് രണ്ടും നല്ല കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി തന്നാൽ മതി. നമുക്ക് കൂടുതലും ഇവിടെയാണ് പഠിക്കേണ്ടത്. ഇനി ഒരു വെറൈറ്റി സാധനമാണ്. വെറൈറ്റി വേണം, അത്രേ വെറൈറ്റി. ഇവിടെ നോക്കൂ. പക്ഷെ ഇത് പഠിക്കാൻ നമുക്ക് വേറെ കാര്യം അറിഞ്ഞിരിക്കണം. അറിയോ, നമ്മൾ +1 മൂന്നാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നേരത്ത്, മോഷൻ പ്ലെയിൻ പഠിക്കാൻ നേരത്ത് നമ്മൾ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിന്റെ ഒരു വേറെ അതിൽ പല ടോപ്പിക് ഉണ്ട്. ഇങ്ങനെ വരുന്നത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട്, പിന്നെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അറിയുന്നത്, പിന്നെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അറിയുന്നത്. ഇങ്ങനത്തെ കുറെ മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു, കുറെ ടൈപ്പ് പഠിച്ചായിരുന്നു. അതിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ കല്ലെടുത്ത് ഹോറിസോണ്ടലായിട്ട് ഇങ്ങനെ അറിയുമോ? ഹോറിസോണ്ടലായിട്ട് അറിയുക. എങ്ങനെയാ പോയി വീഴുക? ഇങ്ങനെ. ഇത് എന്ത് പാത്ത? ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോള. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചാ നമുക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാല്
അവിടെ എന്താ എർത്തല്ലേ, ഗ്രാവിറ്റി താഴേക്കല്ലേ അല്ലെ, ഗ്രാവിറ്റി താഴേക്ക്, നേരെ നേരെ നേരെ, ഓ നേരെ കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ നേരെ 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 താഴേക്ക്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്ത് ഇവിടുത്തെ നോക്കി കല്ല് കണ്ടോ, ഇവിടുന്ന് ഒരാൾ എറിഞ്ഞു, ഇവിടുന്ന് ഈ ഫീൽഡ് ഒഴിവാക്കുക, ഇവിടെ കാലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒറ്റ കയറുന്നു അല്ലെ, ഇങ്ങനെ. എങ്ങനെയാ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് ആ കല്ല് എൻ്റർ ചെയ്തത്? ഇങ്ങനെ, ഫീൽഡ് ഇങ്ങനെ, ഇവർക്കിടയിലുള്ള ആംഗിൾ ഇങ്ങനെ 90 ഡിഗ്രി. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കല്ല് എൻ്റർ ചെയ്തത് 90 ഡിഗ്രിയിലാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇങ്ങോട്ടേക്ക് ചാർജ് ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ പോകുന്നതും ഒക്കെ പഠിച്ചു, പാരലലും ആന്റി പാരലലും പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളൊരു ഐഡിയ വേണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു കല്ല് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാ പോകുന്നത്? ദാ ഇങ്ങനെ വളഞ്ഞു പോകുന്നു, ഒരു പ്രൊജക്ടൈൽ മോഷൻ, ഒരു പാരാബോളിക് പാത്ത്. ഈ ഐഡിയ മനസ്സിലുണ്ടായാൽ മതി, ബാക്കി സംഭവം ഉഷാറായി. അപ്പൊ നമുക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വേണം. അതിനുവേണ്ടി ഞാൻ 2 പ്ലേറ്റ് വരയ്ക്കണം. ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഗ്രാവിറ്റിയും മറ്റു സാധനങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ അറിയോ, ഞാൻ നേരെ മുകളിലേക്ക് വരയ്ക്കും, മുകളിലേക്ക് ഡയറക്ഷൻ. അതിനർത്ഥം പ്ലസ് എവിടെയാ? പ്ലസ് താഴെ. എപ്പോഴും പ്ലസിൽ തുടങ്ങിയിട്ട് മൈനസിൽ അവസാനിക്കുള്ളൂ അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലേക്ക്, അത് മാർക്ക് ചെയ്യും. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് ഒന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒന്ന് എൻ്റർ ചെയ്യണം. ഇവിടം വരെ തന്നെ കുഴപ്പമൊന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇവിടം വരെ അപ്പൊ നേരെ വന്ന് കയറി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഫോഴ്സ് മുകളിലേക്കാണ്. F = Q × E എങ്ങോട്ടേക്കാ? മുകളിലേക്കാണ്. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും? ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കാതെ കറക്റ്റ് എക്സാക്ട് ഈ മൂലയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഈ ചാർജ് ഇങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. അതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നേരെ അല്ല ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ചോദിച്ചേക്കുന്നത് ഇവിടെ എത്ര ഡിഗ്രി ആംഗിളിൽ നോക്കിയാൽ. പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കല്ലെറിയുമ്പോഴും ഈ കല്ല് പോയിന്റ് ഇങ്ങനത്തെ പാത്തായിരുന്നു നമ്മുടെ ഈ ആംഗിളൊക്കെ ചോദിച്ചിരുന്നത്. ഈ ഫൈനൽ ഇത് വെലോസിറ്റി, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വെലോസിറ്റി, വെർട്ടിക്കൽ ഡയറക്ഷൻ, ഇവർക്കിടയിലുള്ള ആംഗിള്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് ചോദിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത്. ഓരോ കാര്യങ്ങളും ഞാൻ പറയാം എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിയോ, ഞാൻ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. ഇവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അപ്പൊ എന്റെ വെലോസിറ്റി കമ്പൗണ്ട് ഇങ്ങോട്ടേക്ക്, ഇതാണ് വെലോസിറ്റി. ഈ വെലോസിറ്റിന്റെ ഇങ്ങോട്ടേക്ക് ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മാർക്ക് ചെയ്യും. ഇതാണ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. ഇതാണ് ഫൈനൽ വെലോസിറ്റി. അതിനെ ഞാൻ 2 കമ്പൗണ്ട് ആക്കി മാറ്റുന്നേ ഉള്ളൂ. ഈ ആംഗിൾ ആണ് തീറ്റ കേട്ടോ. ഈ വെക്ടറിനെ ഇവിടെ കൊണ്ട് വെച്ച്, അപ്പൊ ഒരു വെക്ടർ റെസൊല്യൂഷന്റെ കൺസെപ്റ്റ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഈ സാധനമാണിത് Vy തന്നെ. ഇത് Vx, ഇത് Vy. അപ്പൊ ഞാൻ ഈ ലെങ്തിനെ ഞാൻ Vx എന്നും വിളിക്കുവാണ്. ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ. ഈ കമ്പൗണ്ട് ആണ് Vy. ഇത് Vx ഉം ഇത് Vy. ഇതാട്ടോ Vy. നമ്മൾ വെച്ചേക്കുന്നത് ഈ എത്ര ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ ഫൈനൽ വെലോസിറ്റി പോകുന്നത്. അതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് ജസ്റ്റ് ക്രോസസ് ഈ കോർണർ കേട്ടോ. ഈ കോർണർ കൂടി ജസ്റ്റ് ക്രോസ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എത്രയാണ് വെച്ചത്. ഈ പ്ലേറ്റിന്റെ കേട്ടോ, ഈ ടോട്ടൽ ലെങ്ത്, ഈ പ്ലേറ്റ് ഇത്രയാണ് കറക്റ്റ് ലെങ്ത് ആണ്. ഇതേ ലെങ്ത് ആയിരിക്കും ഇത്. ലെങ്ത് ഞാൻ എല്ലാം എടുത്തു, ക്യാപിറ്റൽ എൽ. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമോ? ഈ പോയിന്റ് ആണ് P എക്സ് വൈ. അതായത് ഇത്രയും ദൂരം എക്സ്, ഇത്രയും ഹൈറ്റ് വൈ.
അപ്പൊ ഞാൻ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ എക്സ് എന്ത് വരുമായിരുന്നു, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ വരയ്ക്കാം, അപ്പോൾ കറക്റ്റ് നീളമാവുള്ളൂ. ഇത് എക്സ് വൈ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളമാണെങ്കിൽ എല്ല് വരുമായിരുന്നു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം വൈ വരുമായിരുന്നു. വൈ എത്രയാ, വൈ ഒന്നും കറക്റ്റില്ല, കാരണം കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടി കയറണമെന്നില്ലല്ലോ, ഈ പ്ലേറ്റിന്റെ കറക്റ്റ് നടുക്കൂടി കയറണമെന്നില്ലല്ലോ. ഇതുവഴി വേണേൽ കയറാം, ഇതുവഴി വേണേൽ കയറാം. അപ്പൊ ഞാൻ വൈ അങ്ങനെ എഴുതിയേക്കുക കേട്ടോ. ഇവിടെ വൈ അത്ര തന്നെ, എക്സ് ഫിക്സഡാ, ഈ പോയിന്റിൽ എക്സ് ഫിക്സഡാ, കാരണം ഇവിടുന്ന് കയറിയാൽ ഇത്രയും ദൂരം തന്നെയാണ് പോകേണ്ടത്. അപ്പൊ എക്സ് ഫിക്സഡ് ആണ് ഈ പോയിന്റിൽ, എല്ലാണ്. പക്ഷെ ഇവിടുത്തെ വൈ നമുക്ക് പറയാൻ പറ്റില്ല, ചാർജ് എവിടുന്ന് കയറുന്നത് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് ഈ വൈ ഇവിടുന്ന് കയറുന്ന തീറ്റ ആയിരിക്കില്ല, ഇവിടുന്ന് കയറുമ്പോൾ തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് പണിയാം, നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കാം. നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഓർമ്മയില്ലേ, ഇത് 2 ഡയമെൻഷണൽ മോഷൻ ആണ്. 2 ഡയമെൻഷണൽ മോഷൻ നമ്മൾ 4ാം പാഠത്തിൽ നമ്മൾ +1 മോഷന്റെ പ്ലെയിൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കും, വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമേ ഹൊറിസോണ്ടൽ മോഷൻ ആദ്യം കൺസിഡർ ചെയ്യാം. ഞാൻ എക്സ് ഡയറക്ഷൻ കേട്ടോ, മോഷൻ അലോങ് എക്സ് ഡയറക്ഷൻ. Initial velocity along x is u, time t, acceleration along x is 0, കാരണം ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും ഇല്ല, ഞാൻ ഗ്രാവിറ്റി ഇവിടെ കളഞ്ഞു, ഇങ്ങോട്ട് ഗ്രാവിറ്റി ഇല്ല, അതുകൊണ്ടെങ്കിലും നമ്മൾ പറയുന്ന കാര്യമില്ല, കാരണം ഹൊറിസോണ്ടൽ മോഷൻ ആണ്. വെർട്ടിക്കൽ മോഷനാണ് ഗ്രാവിറ്റി വരുന്നത്, ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിന് മുകളിലേക്ക് വരച്ചതും കൂടെ കേട്ടോ, അത് നിങ്ങൾ ചിന്തിക്കുക വേണം. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം x is equal to ut plus half at square. ആക്സലറേഷൻ 0 പോയി, u into t. അപ്പോൾ x is equal to u into t. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യാം. വെർട്ടിക്കൽ മോഷൻ അലോങ് y. അല്ലെങ്കിൽ y എന്ന പോയിന്റ് കാണാനായിട്ട് കാണാം. ഇനിഷ്യൽ വെലോസിറ്റി അലോങ് y is 0, കാരണം കല്ല് ഇങ്ങനെ വന്ന് കയറും, ചാർജ് ഇങ്ങനെ വന്ന് കയറുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഒന്നുമില്ല തുടക്കത്തിൽ. ടൈം t, ആക്സിലറേഷൻ അലോങ് y is ഇവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങാൻ നേരത്ത് ഫോഴ്സ് മുകളിലേക്കുണ്ട്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ്, ഫോഴ്സ് എത്രയാ, q into e ഡിവൈഡ് ബൈ മാസ്, അവ മുകളിലേക്കുണ്ട്. അപ്പോൾ വെലോസിറ്റി മാറും. നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം, y is equal to ut plus half at square. മുകളിൽ എഴുതണേ, y is equal to ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അപ്പോൾ ഇവൻ പോയി എല്ലാം y ഡയറക്ഷനിലേക്ക് കേട്ടോ. ഹാഫ് ആക്സലറേഷൻ y q e ഡിവൈഡ് ബൈ em. അതൊക്കെ മുകളിലേക്ക് എടുത്തതിന് വേറെ അർത്ഥമുണ്ട്, എന്നറിയോ, നമുക്ക് ഇതൊക്കെ പ്ലസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആക്സലറേഷൻ ഒക്കെ ഇല്ല, താഴേക്കാണെങ്കിൽ മൈനസ് ഒക്കെ മാർക്ക് ചെയ്യണ്ടേ. ഇൻറ്റു ടി സ്ക്വയർ. ടി നോക്കിയാൽ മക്കളെ, ഇവിടെ നിന്ന് ടി കിട്ടും, എക്സ് ഡിവൈഡ് ബൈ യു ആണിത് ടി. അപ്പൊ എക്സ് ഡിവൈഡ് ബൈ യുവിന്റെ ഹോൾ സ്ക്വയർ ആണിത് ടി സ്ക്വയർ. അപ്പൊ y is equal to qe divided by 2m u square into x square. നോക്കിയേ, ഇതിനകത്ത് ഈ ടൈം ഒക്കെ കോൺസ്റ്റന്റുകളല്ലേ, മാറുന്ന ആരാ, എക്സ് സ്ക്വയർ മാത്രം, എക്സ് മാത്രം. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ സംതിങ് ഇൻറ്റു എക്സ് സ്ക്വയർ, y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ. ഇത് എന്തിന്റെ ഗ്രാഫാ, പരാബോളം. അപ്പോൾ ഇത് എന്ത് ട്രജക്ടറി ആയിരിക്കും, ഇതിന്റെ ട്രജക്ടറി ഷേപ്പ് എന്തായിരിക്കും, പരാബോളം. അപ്പോൾ ഈ പോയിന്റ് എന്നാ വരും, നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഹൈറ്റില്ല y എടുത്ത്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം, ഈ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഹൈറ്റ് വിളിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് താഴേക്കായിരുന്നു വരച്ചിരുന്നെങ്കിൽ ഈ കല്ല് ഇങ്ങനെ വരുന്നെങ്കിൽ ഇങ്ങനെ, അപ്പൊ അങ്ങനെ വേണേൽ ഡെപ്ത് എന്ന് വിളിക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേണം വരാം കേട്ടോ. ഇത് വൈക്ക് നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇതിന്റെ ഡയറക്ഷനും സിറ്റുവേഷനും അനുസരിച്ച്. പക്ഷെ എക്സ് ഈ പോയിന്റിൽ ഈ പ്ലേറ്റിന്റെ നീളമാണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ്. അപ്പൊ എക്സ് നമുക്ക് വേണമെങ്കിൽ എൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, കുഴപ്പമില്ല. അപ്പൊ y ഈക്വൽ ടു ഈ വൈയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ എച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡെപ്ത് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ തൽക്കാലം ഇവിടെ വൈക്കാം, വൈ തന്നെ എഴുതുക. അപ്പൊ y is equal to qe divided by 2mu square into l square.
ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, ഇവിടുന്ന് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. Q/M വിളിക്കുന്നവരാണ് ചാർജ് ബൈ മാസ് റേഷ്യോ കേട്ടോ. Q/M വിളിക്കുന്നവരാണ് ചാർജ് ബൈ മാസ് റേഷ്യോ. അപ്പൊ ഈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഈ സാധനം നോക്കി, ഈ ഹൈറ്റിന്റെ ഈ ദൂരം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? Q/M റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ചാർജ് ബൈ മാസ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോ. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലോ? അല്ലെ, ചോദ്യങ്ങളുടെ രൂപത്തിൽ നമുക്ക് കുറച്ച് ക്ലാസ് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്ലേറ്റ് ഉണ്ട്, രണ്ട് പ്ലേറ്റ് ഉണ്ട്, അതിനിടയ്ക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെ ഞാൻ ചാർജ് ഇട്ടു, ചാർജ് u വെലോസിറ്റിയിൽ വന്നു. ശരി, അവൻ ഒരു പ്രൊജക്ടൈൽ മോഷൻ നടന്ന് അവന്റെ ആ ലാസ്റ്റ് പ്ലേറ്റിന്റെ കോർണറിൽ കൂടെ ദാ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെയാണ് പോയി. എത്ര വേണമെങ്കിലും പോവാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും പോവാം. ചോദിച്ചേക്കുന്നത് അറ്റ് എക്സിറ്റിന്റെ അവിടെ ഈ വെലോസിറ്റി വെക്ടർ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ചോദിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് വെലോസിറ്റി വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ ആവാം, അല്ലെങ്കിൽ ഈ ആംഗിൾ ആവാം. ഇതിൽ ഏത് ആംഗിൾ കാണാനാണെങ്കിലും നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ മതി. ഏത്? ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. തീറ്റ കൂടെ കാണാൻ പറ്റും. ഈ തീറ്റ കിട്ടിയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ വേണേ കാണാം, അല്ലെങ്കിൽ ഈ ആംഗിൾ വേണേ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് തീറ്റയാണ് ചോദിച്ചേക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ വെലോസിറ്റി വെക്ടറും ഈ നോർമലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ നോർമൽ ആയിട്ടുള്ള ആംഗിൾ കേട്ടോ. തീറ്റ നോക്കി, ഈ ഭാഗം vy, ഈ ഭാഗം vx. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു vy, തീറ്റ കാണണ്ടേ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു vy ഡിവൈഡ് ബൈ vx. vy എന്നതാ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ, വെലോസിറ്റി uy പ്ലസ് a ഇൻറ്റു t ഡിവൈഡ് ബൈ vx എന്നതാ, vx കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതുമില്ല, ux പ്ലസ് y അല്ലേ, ഇത് x ഇൻറ്റു t. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി അലോങ് y ഡയറക്ഷൻ 0 പ്ലസ് ആക്സിലറേഷൻ അലോങ് y ഡയറക്ഷൻ ഉണ്ട്, qe ഡിവൈഡ് ബൈ m ഇൻറ്റു t ഡിവൈഡ് ബൈ ഇനിഷ്യൽ വെലോസിറ്റി അലോങ് x ഡയറക്ഷൻ അതെന്താ u അല്ലേ, u പ്ലസ് ആക്സിലറേഷൻ അത് 0, u പ്ലസ് 0. ആൻസർ എന്നാ വരും? qe ബൈ m t ഡിവൈഡ് ബൈ u. ഇതാണ് എന്ത്? ടാൻ തീറ്റ. അങ്ങനെ തീറ്റ എന്നാ വരും? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് qe t ഡിവൈഡ് ബൈ m ഇൻറ്റു u. ഇനി ഈ ടൈം കാണണമെങ്കിലോ, ഈ ടൈം കാണാനെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, ടൈം ഇസ് ഈക്വൽ ടു x ബൈ u. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് qe ടിക്ക് പകരം x ഡിവൈഡ് ബൈ u ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു m ഒരു u ഉണ്ട്, അപ്പൊ m u സ്ക്വയർ വന്നു. ഇതാണ് ഏതെങ്കിലും ഒരു ഇവിടെ x അല്ലേ, x ഇവിടുത്തെ കാണണമെങ്കിൽ ഇവിടുത്തെ, ഈ തീറ്റ കാണണമെങ്കിൽ ഇങ്ങനെ, ഇവിടുത്തെ തീറ്റ കാണണമെങ്കിൽ ഇത് കേട്ടോ. അതാണ് ഈ x വന്നേക്കുന്നത്. നമുക്ക് ഈ അവസാന പോയിന്റിലെ കാണണമെങ്കിൽ ഈ x എത്രയാ? x ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാവും? l. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് QEL ഡിവൈഡ് ബൈ mu സ്ക്വയർ. ഇതാണ് നമുക്ക് ഇവിടുത്തെ തീറ്റ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തീറ്റയാണ് എന്ത്? ഈ ഇക്വേഷൻ കേട്ടോ. ഇവിടുത്തെ ഒക്കെ തീറ്റയാണ് ഈ ഇക്വേഷൻ. എക്സിന്റെ ഇത് വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതാണ് നമുക്ക് തീറ്റ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നാ കിട്ടിയ ടാൻ ഇൻവേഴ്സ് QEL ഡിവൈഡ് ബൈ mu സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാരണം പ്ലേറ്റ് വെച്ചേക്കാണ്. ഇഷ്ടം പോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് താഴേക്കാണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇവിടുന്ന് കറക്റ്റ് മിഡ് പോയിന്റ് ഒരു ചാർജ് എറിയുമോ കേട്ടോ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ഈ ചാർജ് q ആണ്, മാസ് m ആണ്, ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. അപ്പൊ നോക്കി, നമ്മള് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഗ്രാവിറ്റിയിൽ ഒരു കല്ലെറിയുന്ന പോലെ. അപ്പൊ കല്ലെറിഞ്ഞ് ഈ കല്ലെന്ത് ചെയ്യും? ഇങ്ങനെ താഴെ ഇങ്ങോട്ട് ഇങ്ങനെ വീഴും. ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്,
ഈ ചാർജ് ജസ്റ്റ് ക്രോസസ് ദി വിഡ്ത്ത്, ജസ്റ്റ് ക്രോസസ് ദി വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് കേട്ടോ, വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത്. ഇതിനെ ജസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി എത്രയാണ് നോക്കിയാൽ ആ ഒരു വെലോസിറ്റിക്കാണ്ടി എത്ര ഹൈ വെലോസിറ്റി തന്നെ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. നമുക്ക് ഒരു നിശ്ചിത വെലോസിറ്റി വേണം, ഇത് ജസ്റ്റ് ക്രോസ് ചെയ്യണം, കുറച്ച് ഇപ്പുറത്തേക്കൊന്നും വന്ന് വീഴരുത്, ജസ്റ്റ് ഇവിടെ ക്രോസ് ചെയ്യണം. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം നോക്കിയേ. ഇവിടെ നിന്ന് ഞാൻ ഹൈ സ്പീഡിൽ പറഞ്ഞ ഈ കല്ല് ഇങ്ങനെ പോയിട്ട്, കല്ലല്ല ചാർജ് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് വീഴും, അല്ലെങ്കിലോ ഇവിടെ വന്ന് വീഴും, അല്ലെങ്കിലോ ഇവിടെ നല്ല സ്പീഡിൽ അവിടെ വന്ന് വീഴും. മിനിമം വെലോസിറ്റിയിലെ നാം കണക്കാ ചോദിച്ചതിന് അർത്ഥം എന്നാ, ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഉണ്ടാവുള്ളൂ, എല്ല് കേട്ടോ. അത് എല്ലിനോട് ഈക്വൽ ആവണം, ഇച്ചിരി കൂടുതലാണെന്നാലേ അത് ക്രോസ് ചെയ്ത് വീഴുള്ളൂ. കറക്റ്റ് അല്ലാണെങ്കിൽ ഇവിടെ ഈ മൂല ഇവിടെ തട്ടും. ഓക്കെ, നമുക്ക് എക്സ് എല്ല് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അതാണ് മിനിമം വാല്യൂ. അതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം കല്ല് ഈ താഴെ വന്ന് വീഴണമെങ്കിൽ, കല്ലല്ല ചാർജ്. അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യമേ ഹൊറിസോണ്ടൽ മോഷൻ നോക്കാം, മോഷൻ അലോങ് എക്സും, പിന്നെ നമുക്ക് മോഷൻ വൈയും നോക്കാം. മോഷൻ അലോങ് എക്സ് ഡയറക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ ഈസ് u, ആക്സിലറേഷൻ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും ഇല്ല, 0. അങ്ങനെയാണെങ്കിൽ ടൈം t, സഞ്ചരിച്ച ദൂരം x is equal to ut plus half a t². ഇതെന്താ മക്കളെ, എക്സിനെ അടുത്ത് കഴിഞ്ഞു എത്ര വേണം, L വരെ സഞ്ചരിക്കണം. ഇനിഷ്യൽ വെലോസിറ്റി u ആണ് ഇൻറ്റു t. ഓക്കെ, അപ്പൊ ഇത് ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് y നോക്കാം, എന്നാ വരും നോക്കാം. മോഷൻ y ഇവിടെ ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി അലോങ് y ഡയറക്ഷൻ ഈസ് 0, കാരണം എറിയാൻ നേരത്ത് ഹൊറിസോണ്ടൽ ആണ് എറിയുന്നത്, വെർട്ടിക്കൽ കമ്പൗണ്ട് ഒന്നുമില്ല. ടൈം t ആണ്. ആക്സിലറേഷൻ അലോങ് y എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് താഴേക്കാണ്, അതായത് QE ഫോഴ്സ് താഴേക്കാണ്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്, അപ്പൊ QE ഡിവൈഡ് ബൈ മാസ് താഴേക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം നോക്കിയാൽ മക്കളെ, ഇതാണ് ടോട്ടൽ, ഇത് h വിളിക്കാം, ഇതാണ് h. അപ്പൊ ഈ മിഡ് പോയിന്റ് ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ദൂരം h/2. അപ്പൊ നോക്കിയോ, സഞ്ചരിച്ച വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ആദ്യം അങ്ങനെ കൊടുക്കാം, y is equal to ut plus half a t², എല്ലാം y ലേക്കുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ h/2 ആണ് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇവൻ 0 ആയിരിക്കും, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഹാഫ് ആക്സിലറേഷൻ അലോങ് y എന്ന് പറഞ്ഞാൽ QE ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു t². അപ്പൊ നോക്കി 2 വെട്ടിപ്പോയി, നമുക്ക് ഇവിടുന്ന് നമുക്ക് മിനിമം വെലോസിറ്റി u ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എല്ലായ u ആണ് ചോദിച്ചേക്കുന്നത്, മിനിമം വെലോസിറ്റി ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടൈം ഇവിടെ കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. നോക്കി, എമ്മിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, എം എച്ച് ഇവിടെ കേട്ടോട്ടല്ലേ. ഈ ക്യൂവിനെ ഇങ്ങോട്ട് താഴേക്ക് ഡിവൈഡ് ചെയ്തോ, QE is equal to t². അങ്ങനെ t എന്നാ വരും, HM ഡിവൈഡ് ബൈ QE, എല്ലാം കോൺസ്റ്റന്റുകളാണ്. ഇതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x is equal to, അതായത് L equal to u into t. t എത്രയാ, HM, റൂട്ട് എടുക്കണ്ടേ, റൂട്ട് HM ഡിവൈഡ് ബൈ QE. ഇതാണ് L, നമ്മൾ വെച്ചേക്കുന്നത് മിനിമം വെലോസിറ്റി u ആയി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ L ഉണ്ട്, ഈ സാധനം തിരിച്ചിടാം, QE ഡിവൈഡ് ബൈ HM. ഇതാണെന്ത്, മിനിമം വെലോസിറ്റി. അപ്പൊ നമ്മൾ എത്ര വെലോസിറ്റിയേക്കാളും കൂടുതൽ എറിയണം, ഇതിനെക്കാട്ടിലും കൂടുതൽ എറിഞ്ഞാൽ ഈ കല്ല് ചാർജ് ജസ്റ്റ് ക്രോസ് ചെയ്യും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഒരു പ്ലേറ്റ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക്, മുകളിൽ ഏതായിരിക്കും ചാർജ്, പ്ലസ്, താഴെ മൈനസ്. ഇവിടെ ഒരു കല്ല് ചാർജ് ഇരിപ്പുണ്ട്, പിന്നെ കല്ലിനെ വരും.
ചാർജ് ഇരിപ്പുണ്ട്. കാരണം ഇത് പഠിപ്പിക്കാൻ ഞാൻ കല്ല് വെച്ച എക്സാമ്പിൾ പറയാൻ പോകും, അതായിരിക്കും കല്ല് മനസ്സിലാക്കുന്നത്. ഈ ചാർജ് ഞാൻ ഒരു പ്രൊജക്ടൈൽ മോഷൻ നടത്തുക, അതായത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു ആംഗിളിൽ ഞാൻ 30 ഡിഗ്രി ഞാൻ എറിയുക. എന്നാ സംഭവിക്കും? ദിസ് ഈസ് സിമിലർ ടു ഗ്രാവിറ്റി. നമ്മൾ തറയിൽ നിന്നിട്ട് ഒരു കല്ലെടുത്താൽ ഇങ്ങനെ എറിഞ്ഞാൽ കല്ലെന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇത് വഴി പോയിട്ട് ഇങ്ങനെ ഒന്ന് വീഴും. ഒരു പ്രൊജക്ടൈൽ മോഷൻ നടത്തും. കാരണം ഗ്രാവിറ്റി എന്ന ആക്സിലറേഷൻ നേരെ താഴേക്കാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കാം, ഇവിടെ ഇലക്ട്രിക്കൽ ഫോഴ്സ് താഴേക്കാം, വേറെ ഒന്നുമില്ല. ഇവിടെ ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മുടെ മിണ്ടുന്നില്ല. അപ്പൊ ഈ കല്ല് എന്താ ചെയ്യും? ഒരു പ്രൊജക്ടൈൽ മോഷൻ നടത്തും. നമ്മൾ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ മിനിമം വെലോസിറ്റി ഓഫ് ദ ചാർജ് ടു ജസ്റ്റ് ടച്ച് ദി അപ്പർ പ്ലെയിൻ. ഈ കല്ല് നേരെ പോയിട്ട് ഇവിടെ തട്ടണം, ഇവിടെ എതിര് ഭാഗത്ത് ചെറുതായിട്ട് അങ്ങ് തട്ടണം, ജസ്റ്റ് ടച്ച്. അതിന് വേണ്ട മിനിമം വെലോസിറ്റി വെച്ചേക്കുന്നത് ഇവിടെ. കുറച്ചു മുമ്പത്തെ കണക്ക് തന്നെയായിരുന്നു. നമ്മൾ ഇങ്ങനെ നടുക്കൂടി കയറിയുമ്പോൾ മിനിമം വെലോസിറ്റി എന്തിനു വേണ്ടിയുള്ളത്? ഇത് ഇവിടെ ജസ്റ്റ് ക്രോസ് ചെയ്യാനുള്ള വെലോസിറ്റി. ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ ഹൈറ്റ് ജസ്റ്റ് ടച്ച് ചെയ്യാനുള്ളത്. ഇവിടെ ആരാ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇവിടെ ഈ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് എത്രയാണ്? നമുക്ക് പേര് കൊടുക്കാം എച്ച്, ക്യാപിറ്റൽ എച്ച് കേട്ടോ. ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്ന ആരാ? എച്ച് ആണ്. ഇവിടുത്തെ ഹൈറ്റ് ഇതിങ്ങനെ പോയി ഇവിടെ വീഴുവാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയായിരുന്നേ? ഇതായിരുന്നേ. ജസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഗ്യാപ്പ് നമുക്ക് പേര് കൊടുക്കാം ഡി കേട്ടോ. മാക്സിമം ഹൈറ്റ് ഒക്കെ എന്താവണം? ഈ ഡി ആവണം. അല്ലെ സെപ്പറേഷൻ ഓഫ് ദ പ്ലേറ്റ്സ് ആണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആയിരുന്നു അല്ലേ? പ്രൊജക്ടൈൽ മോഷന്റെ സമയത്ത് നമ്മൾ പഠിച്ച മാക്സിമം ഹൈറ്റ്. അപ്പൊ നോക്കി ഇവിടെ അപ്പൊ എന്തായിരിക്കും? ഈ ഹൈറ്റ് മാക്സിമം ഈ ഒരു പ്രൊജക്ടൈൽ മോഷനകത്ത് ഇതേപോലെ തന്നെ ഹൈറ്റ് മാക്സിമം ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g അല്ല. ഇവിടെ ആരാ പിടിച്ചു വലിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷൻ ആരാ? ഞാൻ എ എന്ന് മാത്രം എഴുതുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. അതെത്രയാ? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE, അവൻ താഴേക്ക്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് അല്ലേ? കാരണം F is equal to mass into acceleration. അപ്പൊ ഞാനിവിടെ എന്നാ കൊടുക്കുന്നത്? F ന് പകരം mass into acceleration ആണ് ഇവിടെ QE. അപ്പൊ acceleration is equal to QE divided by mass. അപ്പൊ ഞാൻ ഇവിടെ height maximum is equal to u square sin square theta divided by 2 times acceleration പകരം QE divided by m. ആൻസർ ആയി. ഇത്രേ ഉള്ളൂ. ഇവിടെ തീറ്റ അല്ല, ഇവിടെ ഞാൻ ഇക്വേഷൻ തീറ്റ എഴുതി. ഇതാണ് ഹൈറ്റ് മാക്സിമം. ഇവിടെ 30 തന്നിട്ടുണ്ട്. ഞാൻ 30 ഡിഗ്രി തന്നെ അറിയണം കേട്ടോ. ഞാൻ 30 ഡിഗ്രി അറിയണം. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റി അറിയണം? അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ h is equal to u square sin square 30 into mass divided by 2QE. ഇവിടുത്തെ h എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട് d. മാക്സിമം എവിടെ നോക്കണം? ജസ്റ്റ് ടച്ച് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് എത്രയാ? d. അപ്പൊ d equal to u square sin 30 into mass divided by 2QE. അങ്ങനെയാണെങ്കിൽ മിനിമം വെലോസിറ്റി ഈ u square is equal to ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടു 2QE divided by sin square 30 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? sin 30 എത്രയാ? 1/2. അതിന്റെ സ്ക്വയർ എത്രയാ? 1/4. ഇവിടെ 1/4 വന്നു into m വന്നു. 2QE ഇങ്ങോട്ട് പോയി, sin square 30 ഇവിടെ വന്നു, മാസ് ഇവിടെ വന്നു. ഇവിടെ d ഉണ്ടല്ലോ, d കേട്ടോ. ഈ m മുകളിൽ പോവും. അപ്പൊ ഇവിടെ m അല്ല 1/4 മുകളിൽ പോയാൽ 4 × 2 എത്ര? 8. ഇതാണ് എന്ത്? u സ്ക്വയർ. അപ്പൊ u എന്നാ വരും? സ്ക്വയർ റൂട്ട് ഓഫ് 8QED ഡിവൈഡ് ബൈ മാസ്. ഇതാണ് എന്ത്? മിനിമം വെലോസിറ്റി. ഇതൊന്നും കാണാൻ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇത്ര ഉള്ളു കാര്യം. ഇവിടുത്തെ പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആകെ മാറ്റം വന്നത് ഈ g മാത്രം. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴെ പിടിച്ച് വലിച്ചത്. ഇവിടെ ആരാ? ഇലക്ട്രിക്കൽ ഫോഴ്സ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആക്സിലറേഷൻ മാത്രം ഇവിടെ എടുത്തു. വേറെ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ കല്ല് ഈ ഡിഗ്രി ഫിക്സ് ചെയ്തല്ലോ, ഒരു ഡിഗ്രി ഫിക്സ് ചെയ്തു കേട്ടോ. 30 ഡിഗ്രി പോകുന്നെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ എന്താ ഇവിടെ ജസ്റ്റ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ല, വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാവണം? ഈ എച്ചിന് അവിടെ d ആവണം. d കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാർജ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന ഭാഗം
അവസാനിച്ചു. ഇത്ര തന്നെയുള്ളൂ. ഒരു കാര്യം ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരും. നമ്മൾ 3-4 ടൈപ്പ് പഠിച്ചു. അതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്ന കണക്കുകളൊക്കെ നമ്മൾ +1 ചെയ്തതാണ്. ഗ്രാവിറ്റി താഴേക്ക് കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് എറിയുന്നു, അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്ന് മുകളിലേക്ക് എറിയുന്നു. ഈ കാര്യം വെച്ചിട്ട് ഇപ്പൊ ജി താഴേക്കായിരുന്നു ഇവിടെ. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിൽ ഈ ജിക്ക് പകരം ആര് വരും? ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. അവൻ എത്രയാ? QE ആണ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. അപ്പൊ എക്ക് പകരം അല്ലെങ്കിൽ ജിക്ക് പകരം QE ബൈ M കൊടുത്തിട്ട് ഇവിടുത്തെ കണക്കുകൾ മുഴുവൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇത് രണ്ടുപേരും ഉണ്ടെങ്കിലും ചില കണക്കിൽ നമ്മൾ പെൻഡുലം പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ. അതേപോലെ ഈ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടുള്ള ചില കണക്കുകളാണ് ചെയ്യുന്നതെങ്കിൽ, രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ഇതേ പ്ലസ് ഇത് കൊടുക്കുക, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതേ മൈനസ് ഇത് കൊടുക്കുക. കേട്ടോ? അത് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.